എല്ലാവർക്കും സുഖം നിശ്ചയിച്ചു. സർക്കാർ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതോടൊപ്പം കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ ഈ വർഷം നടപ്പിലാകില്ല എന്ന് ഉറപ്പായി. 2026 പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമേ പദ്ധതി ആരംഭിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഇലക്ഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ പുതിയ ഭരണസമിതി ഈ മാസം 25 മുമ്പ് അധികാരമേൽക്കും. വീണ്ടും ഒരു മാസമെങ്കിലും എടുക്കും പുതിയ ബോർഡിന്റെ ഭരണകാര്യങ്ങൾ സുഗമമായി തുടങ്ങാൻ. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അതിനുശേഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന വിവരങ്ങൾ. 2025 ഡിസംബർ 13 വരെ സംസ്ഥാനത്ത് മാതൃക പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതാണ്. നിലവിൽ അതുവരെ പദ്ധതിയിലെ അപേക്ഷകൾ സ്വീകരിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാജ അപേക്ഷാ ഫോറം വിതരണം ചെയ്തവരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണവും തേടിയിട്ടുണ്ട്. നിലവിലെ ഉത്തരവ് പ്രകാരം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നേരിട്ട് അപേക്ഷ നൽകുന്നതാണ് ഈ രീതി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ സേവന വെബ്സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഓൺലൈനായുള്ള സംവിധാനം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അപേക്ഷ നൽകിയാൽ ഭൗതിക പരിശോധന ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. അങ്ങനെയെങ്കിൽ BPL റേഷൻ കാർഡ് നിലനിൽക്കുകയും അനർഹമായിട്ടാണ് BPL റേഷൻ കാർഡ് കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ ഭൗതിക പരിശോധനകളിൽ വീടുകൾ പരിശോധിക്കുകയാണ് എങ്കിൽ അത് തിരിച്ചടിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും 1000 രൂപ പെൻഷൻ പദ്ധതി ഇലക്ഷൻ കഴിഞ്ഞ് ഈ വർഷം, അതായത് 2025 ഇത് നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നവംബർ മാസം മുതൽ ഇത് വിതരണം ചെയ്തു തുടങ്ങുമെന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ 2 മാസത്തേതാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതേസമയം അടുത്ത ക്ഷേമ പെൻഷൻ വിതരണം 15 മുതൽ ഉണ്ടാകും എന്നാണ് ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. 1045 കോടി രൂപ ഇതിന് അനുവദിച്ചതായും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, പ്രതിപക്ഷം പെരുമാറ്റച്ചട്ടം കാര്യം പറഞ്ഞ് ക്ഷേമ പെൻഷൻ മുടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും മുമ്പും ഇത്തരം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നും മനോരമയിലൂടെ ഇത്തരമൊരു റിപ്പോർട്ട് വന്നതിന് പിന്നിൽ UDF ആണ് എന്നുള്ളതാണ് ദേശാഭിമാനി ആരോപിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാക്കൾ ആരും ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ എതിർപ്പും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഒരു അവസ്ഥയിൽ 15-ാം തീയതി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ ഡിസംബർ പെൻഷൻ എത്തുന്നതായിരിക്കും. കയ്യിൽ പെൻഷൻ വിതരണം 18, 19 തീയതികളിലേക്കായിട്ട് ഉണ്ടാകുന്നതാണ്. 25-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതുമാണ്. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് തുടരുകയാണ്. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ 20-ാം തീയതിക്കുള്ളിൽ അത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി പൂർത്തീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ദൂരേക്കും ബൈ.